നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ അതേപടി ടൈപ്പ് ചെയ്ത് തരുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ഇതിൽ ടൈപ്പിംഗ് മാത്രമല്ല കേട്ടോ ഉള്ളത്, 100% ക്ലിയറായി ടൈപ്പ് ചെയ്യും എന്ന് മാത്രമല്ല, ഇതിൽ നമുക്ക് ഇംഗ്ലീഷ് മലയാളത്തിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാം, മലയാളം ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാം, ഇമോജികൾ ക്രിയേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് ഗുഡ് നൈറ്റ്, ഗുഡ് മോർണിംഗ് അങ്ങനെയുള്ള മെസ്സേജുകൾ ചെയ്യണമെങ്കിൽ ഇതിനൊന്നും മറ്റൊരു ആപ്ലിക്കേഷൻ്റെ സഹായം വേണ്ട. ഈ ഒരു ഒറ്റ ആപ്ലിക്കേഷൻ വെച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയത്തില്ലാത്ത ആളുകൾക്കാണെങ്കിൽ മലയാളത്തിൽ ടൈപ്പ് ചെയ്തുകൊണ്ട് അത് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷനും ഈ ഒരു ആപ്ലിക്കേഷനുള്ളിൽ തന്നെ വരുന്നുണ്ട്. ഏതാ ആപ്ലിക്കേഷൻ എന്നുള്ളത് നമുക്ക് പരിചയപ്പെടാം. വളരെ പ്രയോജനപ്രദമായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ ഇതുപോലെ ഡൗൺലോഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇതിൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ടൈപ്പ് ചെയ്ത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു വീഡിയോയ്ക്ക് ടൈറ്റിലായിട്ട് കൊടുക്കാനോ ഫേസ്ബുക്കിൽ എന്തെങ്കിലും ടൈറ്റിലായിട്ട് കൊടുക്കാനോ ഒക്കെ നിങ്ങൾക്ക് മലയാളത്തിൽ ടപ്പേന്ന് എവിടെ വേണേലും നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. അത് നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ, ഇൻസ്റ്റാഗ്രാമിൽ, വാട്സപ്പിൽ അങ്ങനെയുള്ള ഏതിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഈ ആപ്ലിക്കേഷനിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട്. എന്തൊക്കെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നമുക്ക് ആപ്ലിക്കേഷൻ ഏതാണെന്നുള്ളത് നോക്കാം. ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരു വീഡിയോ കാണുന്നെങ്കിൽ ഇതുപോലുള്ള റിവ്യൂ ഡെയിലി ലഭിക്കുവാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതോടൊപ്പം വരുന്ന ബെൽ ബട്ടണും കൂടെ പ്രസ് ചെയ്ത് ഓൺ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത്. അപ്പോൾ നമുക്ക് നേരെ ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. ഞാനിവിടെ പരിചയപ്പെടുത്തുന്ന ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ മംഗ്ലീഷ് കീബോർഡ് എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ്. ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. ഞാൻ വർഷങ്ങളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷനിൽ ഒരുപാട് നല്ല അപ്ഡേറ്റുകൾ വന്നുകൊണ്ടാണ് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താം എന്ന് വെച്ചത്. ഈ ഒരു ആപ്ലിക്കേഷൻ ഒരുപാട് ആളുകൾ ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്, എന്നാൽ ഒത്തിരി പേര് ഇത് ഉപയോഗിക്കാത്തവരുണ്ട്. വളരെ നല്ലൊരു ആപ്ലിക്കേഷനാണ്. നിങ്ങൾക്ക് ബെറ്ററായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഐഫോണിലും അതുപോലെ ആൻഡ്രോയിഡിലും ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാം മംഗ്ലീഷ് കീബോർഡ് എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ്. നമുക്കിവിടെ മംഗ്ലീഷ് കീബോർഡ് എന്ന് ഇംഗ്ലീഷിൽ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ നമുക്ക് പ്ലേ സ്റ്റോറിൽ ഫ്രീ ആയിട്ട് ലഭിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. നമ്മളിത് ആദ്യം ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ലേഔട്ട്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ് വരുന്നത്. ഇവിടെ നമുക്ക് ABC മലയാളം, അതായത് ABC ടൈപ്പ് ചെയ്യുന്ന മലയാളമുണ്ട്, ഇംഗ്ലീഷ് ടു മലയാളമുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ ഈ ഫോണ്ടുകൾ ഇതുപോലെ നമുക്ക് ടൈപ്പ് ചെയ്ത് കൈ കൊണ്ട് എഴുതാവുന്നതുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അക്ഷരങ്ങൾ ഓരോന്നോരോന്ന് പെറുക്കിയെടുത്ത് എഴുതാവുന്നുണ്ട്. വോയിസ് ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. നമ്മൾ ഈ വോയിസ് ടൈപ്പിംഗ് കൊടുത്തിട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം ഇത് കണ്ടോ, ഇതുപോലെ താഴെ ക്ലിയർ ആയിട്ട് തന്നെ ടൈപ്പ് ചെയ്ത് തരും. ഇങ്ങനെയുള്ള കുറേ ഓപ്ഷൻസ് ഈ ഒരു ആപ്ലിക്കേഷനിൽ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സെറ്റിങ്സ് ഭാഗങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടാം. ആദ്യം നമുക്ക് തീംസ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്തുകൊണ്ട് ഇവിടെ നമുക്ക് മൈ തീംസ് എന്ന് പറയുന്ന ഓപ്ഷനിലോട്ട് നിങ്ങൾക്ക് ഗാലറിയിൽ നിന്നൊരു ഫോട്ടോ ഡൗൺലോഡ് ചെയ്തുകൊണ്ട്, ഞാനിപ്പോൾ ഇവിടെ ഓൾറെഡി ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ട്. ഈ ഫോട്ടോയിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് കീബോർഡായിട്ട് ഇത് കണ്ടോ, താഴെ കീബോർഡിൽ നിങ്ങൾക്ക് കാണാൻ ഞാൻ ആഡ് ചെയ്യുന്ന ഫോട്ടോ ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങളുടെ ഫാമിലി ആയിട്ടുള്ളതോ കുട്ടികളായിട്ടുള്ള ഫോട്ടോകളൊക്കെ ആഡ് ചെയ്യാം. അതുപോലെ അല്ലാതെ നമുക്ക് നോർമലായിട്ടുള്ള ഇതുപോലുള്ള താഴെ ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് എഫക്റ്റുകൾ ഇതുപോലെ കണ്ടോ, ഈ താഴെ നിങ്ങൾക്ക് ഞാനിവിടെ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് ഇവിടെ എഫക്റ്റുകൾ ചേഞ്ച് ആകുന്നത് നിങ്ങൾക്ക് കാണാം. ഇതൊക്കെ പുതിയ അപ്ഡേറ്റ് വന്നതാണ് കേട്ടോ. നേരത്തെ ഈ ഒരു ഓപ്ഷൻ ഇല്ലായിരുന്നു, ഇപ്പോൾ പുതിയ അപ്ഡേറ്റിൽ വന്നേക്കുന്നതാണിത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഈ കീബോർഡിൽ ഇതുപോലൊരു സെറ്റപ്പ് കാര്യങ്ങളൊക്കെ കൊണ്ടുവരാനായിട്ട് പറ്റും. പിന്നെ താഴെ നമുക്ക് തീമോ കാര്യങ്ങളൊക്കെ വേറെ കൊടുത്തിട്ടുണ്ട്. അത് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഷോ കീബോർഡ് എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണം. എന്നിട്ട് നിങ്ങൾ ജസ്റ്റ് ഇഷ്ടമുള്ള ഇതുപോലുള്ള ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തിട്ട് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ ഇത് ക്ലിക്ക് ചെയ്തു ഈ ടിക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നേരെ ബാക്കിലോട്ട് പോവുക. സെറ്റിങ്സ് എന്ന് പറയുന്ന ഓപ്ഷനിലാണ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ളത്. ഇവിടെ തീം ആഡ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അതുപോലെ തന്നെ സെറ്റിങ്സ് നിങ്ങൾ ഫസ്റ്റ് ഇവിടെ നിന്ന് നിങ്ങൾക്ക് എനേബിൾ ചെയ്യാൻ പറ്റിയില്ല. സെറ്റിങ്സ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഫുള്ളായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ കയറുന്ന ഏതൊരു ആപ്ലിക്കേഷനിൽ ഇരുന്നുകൊണ്ട് ഇതിൻ്റെ സെറ്റിങ്സ് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ നിങ്ങൾക്ക് സൗണ്ട് ആൻഡ് വൈബ്രേഷന് ഞാനിവിടെ വൈബ്രേഷൻ എന്നാണ് കൊടുത്തേക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് സൗണ്ട് ടൈപ്പ് ചെയ്യുമ്പോഴുള്ള ആ സൗണ്ട് വേണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് വൈബ്രേഷൻ കൊടുക്കാം. അതുപോലെ തന്നെ നമ്പർ വെച്ചിട്ടുള്ള ഇമോജീസ് കാര്യങ്ങളൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അത് നമ്പർ റോയ, അതുപോലെ തന്നെ ഇമോജി ഉണ്ട്, ഇമോജി സജഷൻ ടൈപ്പ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഇതിനകത്ത് വരുന്നുണ്ട്. അതൊക്കെ ഞാൻ ആപ്ലിക്കേഷനിൽ കയറിയതിന് ശേഷം പരിചയപ്പെടുത്താം. അതുപോലെ ഡാറ്റ ക്ലിയർ ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഇത്രയാണ് നമുക്കിവിടെ ഉള്ളത്. ഈ സെറ്റിങ്സ് ഒന്നും നിങ്ങൾക്ക് ഇവിടെ നിന്ന് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഞാനിവിടെ ജസ്റ്റ് നിങ്ങൾക്കിത് ഏത് ആപ്ലിക്കേഷനിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. ഫേസ്ബുക്കിൽ, ഇൻസ്റ്റാഗ്രാമിൽ, അതുപോലെ ഏത് സോഷ്യൽ മീഡിയയിലും നമുക്കിത് ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമുക്ക് യൂട്യൂബിലൊക്കെ ആണെങ്കിൽ ഒരു ടൈറ്റിലൊക്കെ കൊടുക്കണം. ജസ്റ്റ് യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നു അല്ലെ ഫേസ്ബുക്കിലൊരു വീഡിയോ ചെയ്യുന്ന ആൾക്ക് ഒരു ടൈറ്റിലൊക്കെ കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് മലയാളത്തിലും ഇംഗ്ലീഷിലും ഇതിനകത്ത് സംസാരിച്ചുകൊണ്ട് നമുക്ക് ടൈറ്റിലുകൾ കൊടുക്കാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയത്തില്ലാത്ത ആളാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ കറക്റ്റ് ഉണ്ടാവും. ഞാൻ ഈ കൊടുത്തേക്കുന്ന രീതിയിൽ ഇവിടെ നമുക്ക് മലയാളത്തിൽ ഇതുപോലെ ഈ ഒരു മൈക്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് സംസാരിച്ചുകൊണ്ട് നമുക്കിവിടെ ടൈപ്പ് ചെയ്യാം. ഇത് കണ്ടോ.
ഓക്കെ, ഇത് ഞാനിപ്പോൾ ക്യാൻസൽ ചെയ്യുകയാണ്. ഓൾറെഡി ഇത് കൊടുത്തിരിക്കുന്ന ടൈറ്റിൽ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് കാണിച്ചതാണ് ഞാൻ. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഇത് എന്നിട്ട് ഞാനിവിടെ സേവ് ചെയ്തു. ഓക്കെ, ഇതുപോലെ നിങ്ങൾക്ക് എവിടെ നിന്നുകൊണ്ടും ഇത് ടൈപ്പ് ചെയ്യാം കേട്ടോ. ഞാൻ നിങ്ങളെ വാട്സപ്പിൽ ജസ്റ്റ് കാണിച്ചു തരാം. വാട്സപ്പിൽ ഞാൻ കയറി, വാട്സപ്പിൽ ഇപ്പോൾ ഇത് കണ്ടോ ഞാൻ ടൈപ്പ് ചെയ്തിട്ടേക്കുന്നത്. അതുപോലെ നിങ്ങൾക്ക് ഈ റൈറ്റ് സൈഡിൽ ഇവിടെ ഒരു ഇതിൽ ജസ്റ്റ് ഈ സെൻറ്ററിൽ ഒന്ന് ക്ലിക്ക് ചെയ്യണം നമ്മൾ മെസ്സേജ് ടൈപ്പ് ചെയ്യുന്നിടത്ത്. അപ്പോൾ നിങ്ങൾക്ക് ഇരിക്കുന്നത് ഇവിടെ ABC വന്നിട്ടുണ്ട്. ഇനി ഈ ABC എന്ന് പറയുന്ന ഓപ്ഷൻ ഇതുണ്ട്. താഴെ ഞാൻ ക്ലിക്ക് ചെയ്തപ്പം ഇവിടെ നമ്മുടെ നമ്പേഴ്സ് വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ലെറ്ററുകളും വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഇവിടെ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം. ഇവിടെ ഹായ്, ഞാനിവിടെ ഹായ് എന്ന് ടൈപ്പ് ചെയ്തു. ഹായ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് ഇത് നിങ്ങൾക്ക് മലയാളത്തിലോട്ടാക്കണം. ജസ്റ്റ് താഴെ നിന്നിട്ട് താഴെ ഈ മാന്ന് കൊടുത്തേക്കുന്നുണ്ടോ താഴെ, അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഹായ് ഇവിടെ വരും. ഇവിടെ നിങ്ങൾക്ക് ഈ മലയാളത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് മലയാളത്തിൽ അവിടെ ആ ഹായ് നിങ്ങൾക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും. ഉണ്ടോ, ഹായ് ഇവിടെ വന്നു. ഇനി നമുക്ക് ഈ മലയാളത്തിലാണ് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യേണ്ടതെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പറയുന്ന കാര്യങ്ങൾ ഇതുപോലെ മലയാളത്തിൽ ടൈപ്പ് ചെയ്യാം. അത് നിങ്ങൾക്ക് കോപ്പി ചെയ്ത് എവിടെ വേണമെങ്കിലും കൊണ്ട് പേസ്റ്റ് ചെയ്യാനും സാധിക്കും. ഞാനിവിടെ മലയാളത്തിൽ ടൈപ്പ് ചെയ്തല്ലോ. ഈ ടൈപ്പ് ചെയ്ത കാര്യങ്ങൾ ഞാൻ സെൻഡ് ചെയ്തതിന് ശേഷം ഇതിവിടെ നിന്ന് നമുക്ക് വാട്സപ്പിൽ കോപ്പി ചെയ്ത് എവിടെ വേണമെങ്കിലും കൊണ്ട് ഇത് പേസ്റ്റ് ചെയ്യാം. ഈ മലയാളമല്ല നിങ്ങൾക്ക് ആവശ്യം ഇംഗ്ലീഷ് ആണെങ്കിൽ ഈ താഴെ മാ എന്നുള്ളത് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ മാ നമുക്ക് അത് അതിൻ്റെ ബ്രൈറ്റൻസ് കുറഞ്ഞുകൊണ്ട് ഒന്ന് മങ്ങി നിൽക്കും. ആ ടൈമിൽ ഇനി നിങ്ങൾ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ സംസാരിച്ച് കഴിഞ്ഞാൽ ഇപ്പം നേരെ നമുക്ക് ഇംഗ്ലീഷിൽ ഇത് മലയാളത്തിലല്ലേ കിടക്കുന്നത്, ഇത് നേരെ ഇംഗ്ലീഷിലോട്ട് ചേഞ്ച് ചെയ്യുക. എന്നിട്ട് ഇംഗ്ലീഷിൽ ഹായ് ഹൗ ആർ യു ഉണ്ടോ, ഇതുപോലെ നമുക്ക് ടൈപ്പ് ചെയ്യും. ഇനി നമുക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല, മലയാളമേ അറിയത്തുള്ളൂ, അല്ലെങ്കിൽ മറ്റേത് ലാംഗ്വേജിലോട്ട് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇംഗ്ലീഷ് ടു മലയാളം കാണിക്കുന്നുള്ളൂ. ഇത് കണ്ടോ, നിങ്ങൾക്കിപ്പോൾ ഞാനിപ്പോൾ മലയാളം ടു ഇംഗ്ലീഷ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഇതിൽ ഈ ലാംഗ്വേജ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഒരുപാട് ലാംഗ്വേജ് ഉണ്ട്. അറബിക്, ഇംഗ്ലീഷ്, ഹിന്ദി, അങ്ങനെ ഒരുപാട് ലാംഗ്വേജ് ഉണ്ട്. ഏതിലോട്ട് വേണമെങ്കിലും ചേഞ്ച് ചെയ്യാം. ഇംഗ്ലീഷ് എന്നുള്ളതും നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്തിട്ട് ഏത് ലാംഗ്വേജിലോട്ട് വേണമെങ്കിലും ചേഞ്ച് ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ സംസാരിക്കാം. നിങ്ങൾക്ക് സുഖമാണോ ഉണ്ടോ, ഇവിടെ നമുക്ക് മുകളിൽ ആർ യു ഫൈൻ എന്ന് കാണിച്ചു. ഇത് നമുക്കിവിടെ സുഹൃത്തുക്കൾക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് മലയാളം അറിയത്തുള്ളൂ എന്ന ഇംഗ്ലീഷിൽ നമുക്കൊരു മെസ്സേജ് അയക്കണം എന്നുള്ള ആളുകൾക്ക് എന്തുണ്ട് വിശേഷം, രാവിലെ എന്താ വർക്ക് ചെയ്യുന്നത് ഉണ്ടോ, നമുക്കിതുപോലെ സെൻഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. ഇത് പരിചയപ്പെടാൻ കുറച്ച് വീഡിയോ ലെങ്ത് ആയി കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ക്ഷമിക്കുക. ഇനി ഇവിടെ ഇമോജീസ് ഉണ്ട്. നമുക്ക് ഈ ഇമോജി ഇവിടെ എനേബിൾ ഉണ്ട്. യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ രാവിലെ ഗുഡ് മോർണിംഗ്, ഗുഡ് നൈറ്റ്, അങ്ങനെയുള്ള എല്ലാ മെസ്സേജുകളും ഇവിടെ നമുക്ക് വേറെ ഫേസ്ബുക്കിൽ നിന്നോ അവിടുന്ന് ഇവിടുന്ന് ഒന്നും ഡൗൺലോഡ് ചെയ്യാതെ ഇതിനകത്ത് തന്നെ ആയിരക്കണക്കിന് ഇഷ്ടം പോലെ ഉണ്ട്. അത് ഒരുപാടുണ്ട് കേട്ടോ. നമുക്ക് അതിനകത്തുനിന്ന് ഒരുപാട് ഇത് കിട്ടും. അത് നമുക്ക് ഇതുപോലെ എടുക്കാൻ പറ്റും. അതുപോലെ നമുക്ക് ഇവിടെ കുറേ സ്റ്റാർ ചെയ്തിട്ടേക്കുന്ന ഇത് വരും. ഇത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കീബോർഡിലോട്ട് പോവാം. ഇനി ഇവിടെ നമുക്ക് ട്രാൻസ്ലേറ്റ് കണ്ടു. ഇവിടെ ഇമോജീസ് ഉണ്ട്. ഇവിടെ നമുക്ക് ഇമോജീസ് ടെക്സ്റ്റ് ഇമോജികൾ ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ ട്രെൻഡിങ് ആയിട്ടുള്ളത് ദേഷ്യം, കോമഡി, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ ഇത് വരും കേട്ടോ. അതൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുക. അതുപോലെ തന്നെ നമുക്കിവിടെ ടെക്സ്റ്റ് ഫോണ്ടുകൾ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഒരുപാട് അടിപൊളി ഫോണ്ടുകൾ ഇതിനകത്തുണ്ട്. നമുക്കിപ്പോൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണേ ഹലോ. അപ്പോൾ ഇങ്ങനെയുള്ള ഒത്തിരി ഫോണ്ടുകൾ വരുന്നുണ്ട്. ഇങ്ങനെ ഫോണ്ടുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ ടൈപ്പ് ചെയ്ത് വിടാം. അങ്ങനെ ഒത്തിരി ഫോണ്ടുകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇവിടെ ഇമോജി ടെക്സ്റ്റ് സ്റ്റിക്കർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ഇവിടെ ബാക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ടെക്സ്റ്റ് സ്റ്റിക്കറിനകത്ത് നിങ്ങൾക്ക് ഹലോ ഉണ്ടോ, ഇതുപോലുള്ള സ്റ്റിക്കറുകൾ നമുക്ക് ഇവിടെ ഞാൻ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്ത് ഹലോ ഹായ് ഇതുണ്ടോ, ഇതുപോലുള്ള ഫോട്ടോസ് വരും. അല്ലെങ്കിൽ നമുക്ക് ഹലോ ടെക്സ്റ്റ് സ്റ്റിക്കർ എന്ന് കൊടുത്തേക്കുന്നിടത്ത് ഹലോ ഈ സ്റ്റിക്കറിൽ തന്നെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതങ്ങ് സെൻഡ് ആയിക്കോളും. അതുപോലെ ഒരുപാടുണ്ട് കേട്ടോ. നമ്മൾ ഒത്തിരി നോക്കിക്കഴിഞ്ഞാൽ ഇത് ഡൗൺലോഡ് ചെയ്തിട്ട് നോക്കുക. അതിനകത്ത് ഒരുപാട് ഓപ്ഷൻസ് ഇനിയും പറയാനായിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഒരുപാട് ലെങ്ത് ആയിട്ടുണ്ട് വീഡിയോയ്ക്ക്. അതുകൊണ്ട് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. അവിടെ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നതായിരുന്നു. മറ്റൊരു നല്ല എപ്പിസോഡായിട്ട് കാണുന്നവരെ ബൈ, സി യു.